ആ പഴയ ഇടുക്കിയല്ല, മഞ്ഞിൽ പുതച്ച് കുളിരടിഞ്ഞു കിടക്കുന്ന ഇടുക്കി, യാത്രക്കാരെ മുഴുവൻ സന്തോഷത്തിലാഴ്ത്തി എല്ലാ മനുഷ്യരോടും പുഞ്ചിരിച്ചു നിൽക്കുന്ന ഇടുക്കിയല്ല. പുഞ്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇടുക്കിയിലെ മലയോര ജനത അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും പലതാണ്. തണുപ്പ് എന്നേക്കുമായി പോയി കഴിഞ്ഞ പോലെ രാഷ്ട്രീയ ചൂട് പിടിച്ചു നിൽക്കുന്നു ലോക്സഭാ മണ്ഡലം. നമ്മൾ നെടുങ്കണ്ടത്തു നിന്നും ചർച്ച ചെയ്യുമ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സുഗന്ധം മാത്രമല്ല നമ്മളോടൊപ്പമുള്ളത്, വിവാദ വിഷയങ്ങളുടെ മണവും അടിക്കുന്നുണ്ട്. ഒപ്പം കുളിരിനേക്കാൾ രാഷ്ട്രീയ ചൂടും കത്തി നിൽക്കുന്നു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ. ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കുചേരുന്നത് കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് സേനാപതി വേണു, UDF നിന്നും, ഒപ്പം LDF നിന്നും PN വിജയൻ, രതീഷ് വരകുമല NDA പ്രതിനിധീകരിച്ച് നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരും തത്സമയം ചേരുന്നു. ആദ്യം ഞാൻ ആരംഭിക്കുന്നത് LDF നിന്നാണ്, PN വിജയനിൽ നിന്നാണ്. ശ്രീ PN വിജയൻ, ഇടുക്കി മണ്ഡലം അടിസ്ഥാനമായ ഒരു UDF ഉരുക്കുകോട്ടയാണ്. 1-2 തവണ കൈമറിഞ്ഞു പോയിട്ടുണ്ട് എന്നതിനും അപ്പുറത്തേക്ക് ഇടുക്കിയിൽ കാര്യമായ വേരുറപ്പിക്കാൻ കഴിയാതെ പോകുന്നത് ഇപ്പോഴും മലയോര കർഷകരുടെ ജീവൽ പ്രശ്നങ്ങളെ തൊടാതെ ഈ സർക്കാർ പോകുന്നത് കൊണ്ടാണ്. 2 മാസത്തിനിടയിൽ 5 മരണം, വന്യമൃഗ സംഘർഷം, ഇതെല്ലാം കൂടുതലുള്ളത് ഈ മേഖലയിലാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കൊരു വാട്ടർലൂ ആകുമോ ഇടുക്കിയിൽ? മൈക്ക് സർ, മൈക്ക് ഓണാണ് സർ. ഇടുക്കി UDF കോട്ടയാണെന്നുള്ളത് ഒരു 50 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇതെല്ലാം നിങ്ങളുടെ ഈ ചാനലുകാരുടെ തെറ്റായ പ്രചരണമാണ്. ഈ കോട്ടയെല്ലാം ഒന്നൊന്നായി പൊളിച്ചടുക്കിയിട്ടുണ്ട് നിരവധി തവണ. ഈ ഇടുക്കി ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 4 MLA-മാര് LDF ആണ്. 1 ജില്ലാ പഞ്ചായത്ത് LDF-ൻ്റെതാണ്. 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 6 LDF-ൻ്റെതാണ്. 52 ഗ്രാമപഞ്ചായത്തിൽ 39 LDF-ൻ്റെതാണ്. പക്ഷേ ലോക്സഭയിൽ നിർത്താൻ ജോയ്സ് ജോർജിനെ തന്നെ തേടേണ്ടി വന്നു. അതങ്ങനെ നിർത്തും. കഴിഞ്ഞ പ്രാവശ്യം നിർത്തി ജയിച്ചു. സ്വതന്ത്രനല്ലാതെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരാളെ നിർത്താൻ കഴിയാതെ പോയി. പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, എടുത്തു. അത് മതിയല്ലോ. ഇപ്പൊ 50 വർഷം പാരമ്പര്യം വേണമെന്ന് ആര് പറഞ്ഞു? 1. രണ്ടാമത്തേത്, 1972 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോ പാസാക്കിയ വനം വന്യജീവി സംരക്ഷണ നിയമമാണ് ഇടുക്കി അടക്കം ഈ കേരളത്തിൽ. തമിഴ്നാട്ടിൽ മെനഞ്ഞാന്ന് 3 പേര് മരിച്ചല്ലോ വന്യജീവി ആക്രമണത്തിൽ. ഇത് ഇടുക്കി മാത്രമുള്ള പ്രതിഭാസമാണെന്ന് ആര് പറഞ്ഞു? പക്ഷേ ഇടുക്കി ഫ്രീക്വൻസിയിൽ വന്യമൃഗങ്ങൾ വരുന്നത്, നാട്ടിലിറങ്ങിയ പൂച്ചയെ കാണുന്നതിലും കൂടുതൽ കാട്ടുപോത്തിനെ കാണാം. പിന്നെ 2-3 വർഷം മുമ്പ് വരെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ ഇതുപോലുള്ള. അതായത് വന്യമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് തടഞ്ഞതോടുകൂടി വന്യമൃഗങ്ങളുടെ എണ്ണം കൂടി. നിലവിലുള്ള വനപ്രദേശത്ത് അവയ്ക്ക് തീറ്റയും വെള്ളവും ഇല്ല. അപ്പൊ തീറ്റയും വെള്ളവും തേടി അവ നാട്ടിലിറങ്ങുന്നു. ഇതാണ് സംഘർഷത്തിന്റെ കാരണം. ശല്യക്കാരായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയത് ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് കർശനമായി നടപ്പിലാക്കുന്നതുമായ നിയമമാണ് തടസ്സം. പക്ഷേ പ്രൊഫസർ മാധവ ഗാഡ്ഗിൽ തന്നെ ശല്യക്കാരായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തരുന്നില്ല. ഇവിടെ 5 വർഷം MP ആയിരുന്ന DN കുര്യാക്കോസ് പാർലമെന്റിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. വനംവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, നടത്തി. വനംവകുപ്പ് മന്ത്രി ഒരു ഈ കാട്ടാനയൊക്കെ നാട്ടിലിറങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് ഈ നാട്ടിലോട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അത് വെറുതെ പറയുന്ന നിങ്ങളുടെ പ്രചരണ. അങ്ങനെയൊന്നും വനംവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല എവിടെയും. അല്ല, വനംവകുപ്പ് മന്ത്രി ഈ വിഷയത്തിലെടുത്ത നിലപാടെന്താ? കാരണം ഞാൻ മനസ്സിലാക്കിയത് CRPC 133 അനുസരിച്ച് കളക്ടർക്ക് വെടിവെക്കാനുള്ള ഉത്തരവിടാം. ഒരു സംസ്ഥാനത്തെ വനംവകുപ്പ് മന്ത്രിയെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിൽ 27 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമായ ഒരു കേന്ദ്ര നിയമം പാസാക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ അടയിരിക്കുന്നവർ ഒരു സംസ്ഥാനത്തെ ഒരു സാധാരണ വനംവകുപ്പ് മന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിയുടെ കുഴപ്പമാണെങ്കിൽ തമിഴ്നാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നത് ഏത് വനംവകുപ്പ് മന്ത്രിയുടെ കുഴപ്പം കൊണ്ടാ? കർണാടകത്തിൽ നിന്ന് ആന ഇവിടെ വന്ന് തണ്ണീർക്കൊമ്പനും മറ്റാനകളും വന്ന് കേരളത്തിൽ ശല്യം ഉണ്ടാക്കുന്നത് കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിയുടെ കുറ്റം കൊണ്ടാണോ? അല്ല. കേന്ദ്ര നിയമം ശല്യക്കാരായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനോ നിയന്ത്രിക്കാനോ തടസ്സമായതുകൊണ്ടാണ് വന്യമൃഗശല്യം വർദ്ധിക്കുന്നത്. പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ച മനുഷ്യരുടെ മൃതദേഹവുമായിട്ട് പ്രതിഷേധിക്കുന്ന മനുഷ്യരുടെ അത് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ 5 വർഷക്കാലം ഒരക്ഷരം ഇതിനെ സംബന്ധിച്ച് മിണ്ടാതിരുന്നിട്ട് മോർച്ചറി കിടക്കുന്ന മൃതദേഹം എടുത്തുകൊണ്ട് വന്ന് നാടകം കളിക്കേണ്ട ഗതിയിലേക്ക് എത്തിയെങ്കിൽ അത് ഇവിടുത്തെ MP-യുടെയും
അവരുടെ പിടിപ്പുകേടാ. സേനാപതി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിജയൻ പറഞ്ഞത്. നിങ്ങൾ ഈ മോർച്ചറിയിൽ കിടക്കുന്ന മൃതദേഹം എടുത്തുകൊണ്ടുവന്ന് രാഷ്ട്രീയം കളിക്കാതെ 1972 നിയമം മാറ്റാൻ പാർലമെന്റിൽ ഒരു വാക്കുരിയാടിയോ നിങ്ങളുടെ MP? ഡോക്ടർ അരുൺ, 1972 വന്യജീവി നിയമത്തിന്റെ സെക്ഷൻ 11A(1) അത് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇഫ് എനി ആനിമൽ വിച്ച് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ അപകടകാരിയായിട്ടുള്ള ഏത് മൃഗത്തെയും വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് കൊടുത്താൽ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാ സിംഗ് ഇപ്പൊ അദ്ദേഹം ഉത്തരവ് കൊടുത്താൽ അത് വിതിൻ സെക്കൻഡ്സ്, മണിക്കൂറുകളൊന്നും വേണ്ട, അത് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം അവർക്കുണ്ട്. ഒന്ന്. രണ്ട്, കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഒരു 15-20 ദിവസം മുമ്പാണല്ലോ വയനാട്ടിൽ വന്നത്. അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തിന് അവർക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന നിയമം അവർ പ്രയോഗിക്കാതെ ഇന്ദിരാഗാന്ധി 1972 കൊണ്ടുവന്ന നിയമത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് സംശയമല്ല. കാടിറങ്ങി വരുന്ന ഒരു കാട്ടാനെ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വെടിവെച്ച് കൊല്ലണമെങ്കിൽ അത് പൂർണ്ണമായും ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടണം. താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള നിയമങ്ങളിലൂടെ നൂലാമാലകളിലൂടെ കടന്നു പോകണം. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഗാഡ്ഗിൽ പറയുന്നത് പോലെ ഓസ്ട്രേലിയയിൽ കങ്കാരുക്കൾ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിട്ടതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സെക്രട്ടറിക്ക് ഉത്തരവിടാനുള്ള അവകാശം കൊടുക്കണം സാർ. ഇപ്പൊ ബേലൂർ മഖന ഇറങ്ങി വന്ന്, അതല്ലെങ്കിൽ തണ്ണീർക്കൊമ്പൻ ഇറങ്ങി വന്ന് ഒരു അജീഷിനെ ഓടിച്ച് അതിനെ ചവിട്ടി കൊന്നു കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഉത്തരവ് കൊടുക്കുക, അത് മനുഷ്യജീവൻ അപകടകാരിയാണ്, വെടിവെച്ച് കൊല്ലാനുള്ള നടപടി സ്വീകരിക്കണം. ഇനി അങ്ങ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ 144 പ്രഖ്യാപിക്കും. 133 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് CRPC. 133ന്റെ F-ൽ 6 എന്താ പറയുന്നതെന്നറിയോ? ഇതുപോലെ അപകടകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനായി ജില്ലാ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഐദർ കളക്ടർ ഓർ സബ് കളക്ടർ ഓർഡർ കൊടുക്കണം. പക്ഷെ അങ്ങനെ കളക്ടർ ഉത്തരവിട്ടാൽ നിങ്ങൾ വെച്ചോണ്ടിരിക്കുവോ കളക്ടർ? ഞാൻ ചോദിക്കുന്നത് അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വേണ്ടേ? അതിന് ഇച്ഛാശക്തി ഇവർക്കില്ല. മലയോര കർഷകർക്ക് വേണ്ടി മലയോര കർഷകർക്ക് വേണ്ടി നാവെടുത്ത് ഒരു കമാവുന്ന അക്ഷരം ഡീൻ കുര്യാക്കോസ് മിണ്ടിയിട്ടില്ല. ആരോടാ നിങ്ങൾ പറയുന്നത്? ഇത് ഞാൻ വരുന്നു സാർ, പറഞ്ഞോ. അവരുടെ മൈക്കില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ആരോടാ നിങ്ങൾ പറഞ്ഞത്? പാർലമെന്റിന്റെ അകത്ത് ഈ കാര്യം ഏത് പ്രശ്നവും ഇടുക്കിയിൽ ഉണ്ടായപ്പോൾ, ഏത് ആളുകൾ വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പാർലമെന്റിന് മുമ്പാകെ ബോധ്യപ്പെടുത്തിയ ഒരാളാണ്. പലവട്ടം ഇതിനെക്കുറിച്ച് നിവേദനവും കൊടുത്ത ആളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കർത്തവ്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നില്ല. ഇവിടെ ഇടപെട്ടിട്ടുണ്ട് പാർലമെന്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനം, ഇവിടെ വനം വകുപ്പ് മന്ത്രിയെ കുറിച്ച് പറഞ്ഞു. അപ്പുറത്തൊരു വനം വകുപ്പ് മന്ത്രിയുണ്ട്, മതിവേന്ദൻ. ഇവിടുന്ന് നമ്മൾ കൊണ്ടുവിട്ട അരിക്കൊമ്പൻ അവൻ മേധകാനത്ത് നിന്ന് കമ്പത്തിറങ്ങി ഒരാളെ തട്ടി മരിച്ചപ്പോൾ 6 മണിക്കൂർ കൊണ്ട് വനം വകുപ്പ് മന്ത്രി അവിടെ എത്തിയിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ഈ ആനയെ പിടിച്ചതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അത് അങ്ങനെ നടപടി എടുത്ത ഒരു വനം മന്ത്രി മതിവേന്ദൻ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലുണ്ട്. വയനാട്ടിൽ ആന ഇറങ്ങിയാൽ നമ്മുടെ വനം വകുപ്പ് മന്ത്രിയെ കാണാനില്ലല്ലോ. അദ്ദേഹം ഒന്ന് വർത്തമാനം പറഞ്ഞു വരണമെങ്കിൽ ഈ ആന ഇറക്കുന്ന പോലെയാണല്ലോ അദ്ദേഹം ഒന്ന് വർത്തമാനം പറഞ്ഞു വരുന്നത്. ഈ സൈസ് സാധനങ്ങളെ മാറ്റിയാൽ തന്നെ ആദ്യം ഈ വോട്ടിലൊക്കെ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. 100%. പക്ഷെ ഒരു സംശയമുണ്ട്, 4,44,00,000 രൂപ ഡീൻ കുര്യാക്കോസ് ചെലവാക്കിയിട്ടില്ലല്ലോ. അത് വെറുതെ ഒരു ആരോപണം പറയുന്നത് കണക്കാ. ഞാൻ പറയുന്നത് കേൾക്കുന്നേ, ഇത് കഴിഞ്ഞ മാസം വരെയുള്ള കണക്കാണ് എടുത്തിരിക്കുന്നത്. ഈ മാസത്തോടു കൂടിയാണ് ഇതിന്റെ തുക വിനിയോഗത്തിന്റെ പൂർണ്ണമായ. 5 വർഷമായിട്ട് 17 കോടി ചെലവഴിക്കാൻ അവസാനത്തെ മാസം 4 കോടി ചെലവഴിക്കുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറയുന്ന നാളെ കഴിഞ്ഞ് ഈ കാര്യത്തെക്കുറിച്ച് ഡീൻ കുര്യാക്കോസ് വാർത്താ സമ്മേളനം, ഈ പത്രത്തിൽ വന്ന ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ 17 കോടി എന്ന് പറയുന്നത് 5 വർഷക്കാലം 2.5 വർഷക്കാലം കോവിഡ് കാലത്ത് MP-യുടെ ഫണ്ടില്ലായിരുന്നു. ശേഷിക്കുന്ന കാലത്തെ 17 കോടി രൂപയിൽ 1 രൂപ പോലും മിച്ചമില്ലാതെ MP ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നു. നാളെ കഴിഞ്ഞ് അതിന്റെ കണക്ക് MP നമുക്ക് പിന്നീട് വരാം. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് രതീഷിലേക്ക്. രതീഷ്, ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആരാ? മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. എന്താ കാര്യം? പ്രഖ്യാപിക്കാൻ ഇവിടെ ഇലക്ഷൻ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഇനി ഇങ്ങോട്ട് വരാൻ സാധ്യതയും CPM-ലും തുരുമ്പെടുത്തിരിക്കുന്ന മനുഷ്യരെ കാത്തിരിക്കുകയാണോ? തുരുമ്പെടുക്കാത്തവരും ഉണ്ടല്ലോ കൂടെ, ചിലപ്പോൾ വരുമായിരിക്കും. എന്താണ് അത്തരം സാധ്യതകൾ? ഞങ്ങൾ വക്കുപൊട്ടിയ മനുഷ്യര്, ഈ തുരുമ്പെടുത്തവർ, തമ്പാനൂർ സതീഷ്, ഇവരെയൊക്കെയാണ് നിങ്ങൾ BJP-യിലേക്ക്? അങ്ങനെ എല്ലാവരും തുരുമ്പെടുത്തവരൊന്നുമല്ലെന്ന്. അങ്ങനെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വരും. അതൊക്കെ സ്വാഭാവികമാണ്. BDJs ഒഴിച്ചിട്ടേക്കുന്നത് ഒരു വിലപേശലിന് വേണ്ടിയാണോ എന്നതാണ് ചോദ്യം. ഇടുക്കിയിൽ ഒരു വിലപേശൽ നടക്കുന്നുണ്ടോ? നിങ്ങളുടെ BJP-യിലേക്ക് വന്ന PC ജോർജ് പറഞ്ഞത് BDJs 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന്. ഇടുക്കിയിൽ ഒരു വിലപേശലും നടക്കുന്നില്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ജനങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട്
ഏതെങ്കിലും രീതിയിലുള്ള വിജയ സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ സാധ്യതകൾ പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുള്ളൂ. ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ. രാജ്യത്ത് എല്ലാ സ്ഥലത്തും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞൊന്നുമില്ലല്ലോ. ഇടുക്കിയിൽ തീർച്ചയായിട്ടും NDAക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ മത്സരം കാഴ്ചവെക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാവും. ആ കാര്യത്തിൽ ആർക്കും യാതൊരു ആശങ്കയും വേണ്ട. തന്ത്രപരമായ വോട്ടുകൾ ഡീൻ കുര്യാക്കോസിന് ജോയ്സ് ജോർജിന് മറിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംസാരം തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയതും സമീപകാലത്തായി ഈ നാട്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. അതിനെക്കുറിച്ച് ഇവിടെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അതായത് കേന്ദ്ര നിയമത്തിന്റെ പേരിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. കേന്ദ്ര നിയമം ഇങ്ങനെ അതിന്റെ മുകളിൽ അടയിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നത് എന്ന് പറയുന്ന ഇവർ CAA നടപ്പിലാക്കുമ്പോൾ അത് ഞങ്ങൾ ഇവിടെ നടപ്പാക്കില്ല, അങ്ങനെ പല നിയമങ്ങളും വരുമ്പോൾ ആ നിയമങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്ന ഇവർ എന്തുകൊണ്ട് കേന്ദ്ര നിയമത്തെ ഇങ്ങനെ പഴിക്കുന്നു? അങ്ങനെ കേന്ദ്ര നിയമത്തെ പഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ് കേരളത്തിൽ വന്ന് അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ് താങ്കൾ ഇപ്പോൾ കുറച്ചു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചത്. മാത്രമല്ല ശ്രീ ഡീൻ കുര്യാക്കോസ് 2022 മെയ് മാസത്തിൽ പാർലമെന്റ് സമ്മേളനത്തിന്റെ ശൂന്യവേളയിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ കാര്യത്തെപ്പറ്റി. അന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ കൊല്ലുന്ന ആനിമൽസ്, അതുപോലെ നമുക്ക് കൃഷിക്കും വസ്തുവകകൾക്കും നാശം വരുത്തുന്ന ആനിമൽസ്, അത്തരം ആനിമൽസുകളെ ക്ഷുദ്രജീവികളാക്കി കണക്കാക്കിക്കൊണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അതിനെ വേട്ടയാടുന്നതിന് ഓർഡർ ഇടാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പാർലമെന്റ് രേഖകളാണ്. ഒരു കാര്യം കൂടി, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മനുഷ്യരെ കൊല്ലുന്ന അനിമൽസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കേന്ദ്ര നിയമത്തിന്റെ സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാരുകൾ പെരുമാറാം. മനുഷ്യരെ കൊല്ലുന്ന വർഗീയ കലാപങ്ങളുടെ പേരിൽ എന്ത് നിലപാടെടുക്കും? മണിപ്പൂരിലടക്കം ഇവിടെ വലിയ വിഷയമാവില്ലേ സാർ? ഈ ഇടുക്കി മണ്ഡലത്തിലും സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതല്ലേ? അവിടെയൊക്കെ ഗോത്രവർഗ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്നൊക്കെ ഇവിടെ പത്രം വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. നിങ്ങൾ ഇടുക്കിയിലെ വിഷയം സംസാരിക്കുമ്പോൾ മണിപ്പൂരിലേക്ക് പോകുന്നത് തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടുക്കിയിൽ ഒട്ടേറെ പ്രശ്നങ്ങളാണ്. ഞാൻ ഈ ഇടുക്കിയിൽ ജനിച്ചു വളർന്ന ആളാ. ഇടുക്കിയിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഇവിടെ ഈ കാഴ്ചക്കാരായിരിക്കുന്ന ആളുകളൊന്ന് പറയട്ടെ. UDFും LDFും എത്രയോ വർഷമായി. ഇവിടെ ഇവരെ പറഞ്ഞല്ലോ, പല പഞ്ചായത്തുകൾ ഞങ്ങളാണ് ഭരിക്കുന്നത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകളൊക്കെ ഇവര് വർഷങ്ങളായിട്ട് ഭരിക്കുന്ന ഇക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, തർക്കവുമില്ല. പക്ഷേ ഇടുക്കിയിലെ ഒരു നല്ല ആശുപത്രി ഉണ്ടോ? ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഒരു റഫറൽ സെന്റർ ആയിട്ടാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. അതല്ല, ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ശുപാർശ ചെയ്യുന്ന ഒരു സെന്റർ ആയിട്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതായത് ആരോഗ്യ മേഖലയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത ഇടതുമുന്നണിയുടെയോ ഐക്യജനാധിപത്യ മുന്നണിയുടെയോ ഉണ്ടായിട്ടില്ല എന്നതാണ് ആരോപണം. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീൻ കുര്യാക്കോസിനാണോ സാധ്യത, ജോയ്സ് ജോർജിനാണോ സാധ്യത? NDAക്കാണ് സാധ്യത. സാധ്യത എന്നുള്ള കാര്യത്തിൽ എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളത്? സ്ഥാനാർത്ഥി 2 റൗണ്ട് പിന്നിട്ട് കഴിഞ്ഞു പ്രചരണം. 2 റൗണ്ട് പ്രചരണം പിന്നിട്ടു. ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. വോട്ടെടുപ്പ് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് മെയ് മാസമാണ് സാർ. മെയ് മാസമാണ് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും. അപ്പടി വന്നിടുവേൻ. നോക്കാം എന്താ സാധ്യത ഇവിടെ. UDFിനാണ് സാധ്യത. ഡീൻ കുര്യാക്കോസ് വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിൽ ഈ പ്രാവശ്യം 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് ഇടുക്കി തീർച്ചയായിട്ടുമുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട സാധ്യതയുണ്ട്. ഇത്തവണയുണ്ട്. കഴിഞ്ഞ സാധ്യത ഡീൻ കുര്യാക്കോസ് അനുകൂലമായ ഒരു ഘടകം പറയൂ. ഡീൻ കുര്യാക്കോസ് ഇവിടെ എടുത്ത് ആരോഗ്യ മേഖലയിൽ നിന്നല്ല, വികസന മേഖലയിലല്ല, എല്ലാ മേഖലയിലും തുത്യർഹമായ ആരോഗ്യ മേഖലയിൽ ഡീൻ കുര്യാക്കോസ് എന്ത് നേട്ടമാണ് കൊണ്ടുവന്നത്? കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് സമസ്ത മേഖലയിലും ആരോഗ്യ മേഖല കൊണ്ടുവന്ന എന്ത് മാറ്റം? ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജിലുള്ള പ്രവർത്തനങ്ങളിലുള്ള മെഡിക്കൽ കോളേജ് ശ്രീ പി എൽ വിജയൻ നമ്മുടെ മെഡിക്കൽ കോളേജിന് വേണ്ടി വലിയ സ്തുത്യർഹമായ സംഭാവന ഡീൻ കുര്യാക്കോസ് നടത്തിയിട്ടുള്ളത്. എന്താണ് സാർ? കട്ടപ്പനയിൽ ഹോസ്പിറ്റൽ കട്ടപ്പനയിൽ ESI ഹോസ്പിറ്റൽ കൊണ്ടുവന്നോ അതോ പ്രവർത്തിപ്പിക്കുന്നോ? ESI ഹോസ്പിറ്റലിന്റെ നടപടികൾ ആരംഭിച്ചു. നോക്കൂ വിജയ്, നോക്കൂ, ആരോഗ്യ മേഖലയിൽ ഡീൻ കുര്യാക്കോസ് സ്റ്റാറാ. അതെ, വലിയ സ്റ്റാറാണ്. ഇത്രയും വലിയൊരു സ്റ്റാർ വേറെ എങ്ങുമില്ല. ഇതെല്ലാം വെറും നുണ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ ഡീൻ കുര്യാക്കോസിന്റെ സംഭാവന ഇല്ലേ? ഒരു സംഭാവനയില്ല. അത് കേരള ഗവൺമെന്റിന്റെ വകയാണ്. ഇടതുപക്ഷങ്ങൾ ജനങ്ങളെ, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം വരുന്ന കാര്യങ്ങളാണ്. ഈ മെഡിക്കൽ കോളേജിൽ എന്താ കൊടുത്തത് ഡീൻ കുര്യാക്കോസ്?
ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ 5 വർഷക്കാലം ജനഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും മെഡിക്കൽ കോളേജിൽ എന്താ കൊടുത്തത്? മെഡിക്കൽ കോളേജിൽ എന്താ കൊടുത്തത്? മെഡിക്കൽ കോളേജിൽ എന്താ കൊടുത്തത്? ESI ഹോസ്പിറ്റലിൽ അനുവദിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ESI ഹോസ്പിറ്റൽ അനുവദിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ESI ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധം? ഇത് രണ്ടും രണ്ടല്ലേ? പോയി. അത് പോയി. ഇത് പോയി. കുഴപ്പമില്ല. ഇവിടുത്തെ അവസ്ഥ കുര്യാക്കോസിന്റെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ശരി, കാര്യമാണ്. ശരി, ഞാൻ വരാം. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്ക് ചോദിക്കാൻ മുഴങ്ങി കേൾക്കട്ടെ ശബ്ദം. എനിക്ക് ചോദിക്കാനുള്ളത് ഭരണപക്ഷത്ത് നിൽക്കുന്ന സാറിനോടാ. സാറിപ്പം വലിയ ഡയലോഗുകൾ ഏതാണ്ടൊക്കെ അടിച്ചു. കേന്ദ്രത്തിൽ നിന്ന് പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആരും മരിച്ചാലും നിങ്ങൾക്ക് വിഷയമല്ല. ഇവിടെ മൃഗങ്ങൾ ആരെ കൊന്നാലും നിങ്ങൾക്ക് വിഷയമല്ല. ഒറ്റ സംശയം ഞാൻ സാറിനോട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരു കാട്ടുപോത്ത് വരിക, സാറിന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്, സാറിനെ ആക്രമിക്കാൻ വരുന്നു, സാറ് എന്തായിരിക്കും അപ്പൊ എടുക്കുന്ന ആക്ഷൻ? ഇവിടെ ജനങ്ങൾ ചത്തൊടുങ്ങുന്ന നിങ്ങൾക്കൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വ്യക്തികൾക്കും എന്താ 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 സാർ തെളിവ് നിങ്ങൾ കാണിച്ചു? ഒരു തെളിവ് നിങ്ങൾ കാണിച്ചതാ? എന്ത് നടപടിയാണ് ഈ നാടിന് വേണ്ടി? നിങ്ങൾ ഇത്രയും ജനങ്ങൾ മരിച്ചൊടുങ്ങിയിട്ട് നിങ്ങൾക്കൊന്നും ഒരിടം വിളയാനില്ല. എന്ത് നടപടി താങ്കൾ എടുത്തു? നിങ്ങൾ കേന്ദ്രത്തെ നോക്കിയിരിക്കുകയാണോ എന്നാണ് ചോദ്യം. ഞാൻ രണ്ടാമത്തെ കാര്യം ഞാൻ ഇപ്പൊ കാട്ടുപോത്ത് വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? കാട്ടുപോത്ത് വന്നാൽ നമ്മളൊക്കെ ഇറങ്ങി ഓടും. അതാണ് അവസ്ഥ. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതേപോലൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ കാട്ടുപോത്ത് വരില്ല എന്നൊരു വിശ്വാസത്തിൽ ജീവിക്കുക നമ്മള്. പക്ഷെ അങ്ങനല്ല. ഏത് നിമിഷം വേണമെങ്കിലും കാട്ടുപൂച്ച വരുന്നത് പോലെ കാട്ടുപോത്ത് വരും. കാര്യങ്ങൾ പറയാതെ വന്യമൃഗങ്ങൾ എന്തുകൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്? സാറിനോടൊരു ചോദ്യം ചോദിക്കാം. സാർ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു എന്നാ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടാത്തോണ്ട് നിങ്ങൾ ഏതാണ്ട് ഡെവലപ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ലെന്ന്. പ്രസ്താവന എന്താണ് പറഞ്ഞത്? ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നും കിട്ടുന്നില്ല. ഭരിക്കുന്നത് നിങ്ങളുടെ കേന്ദ്രത്തില. മോദി ചെയ്യുന്ന ഏതാണ്ടൊക്കെ മലമറിക്കുന്ന കാര്യങ്ങളെ എന്ത് കാര്യം പറയട്ടെ? നിങ്ങൾ എന്ത് ഡെവലപ്മെന്റ് ഇടുക്കിക്ക് കൊണ്ടുവന്നു? ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾ പറയും ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നില്ല, ഭരണം ഭരിക്കുന്നില്ല, അത് ഭരിക്കുന്നില്ല. ഇടുക്കിക്ക് കേന്ദ്രം എന്ത് കൊടുത്തു? ഇടുക്കിക്ക് കേന്ദ്രം കൊടുത്തതല്ലേ ഇവിടെ നിന്ന് രണ്ടുപേരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇടുക്കിക്ക് കേന്ദ്രം കൊടുത്ത റോഡുകൾ നിങ്ങൾ കാണുന്നില്ലേ? ESI ഹോസ്പിറ്റലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഡീൻ കുര്യാക്കോസിന്റെ ശ്രമപരമായിട്ട് വന്നതാണെന്നാണോ പറയുന്നത്? അല്ല, കേന്ദ്ര ലേബർ മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ് കുമളിയിൽ വന്നപ്പോൾ ഞാനും ഡീൻ കുര്യാക്കോസും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പോയതാ. അന്ന് BJP-യുടെ കൂടെ റിക്വസ്റ്റ് അനുസരിച്ച് അനുവദിച്ചതാണ് ESI മികച്ച MP ആണെന്ന് താങ്കൾ സമ്മതിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡീൻ കുര്യാക്കോസ് MP ആണ്. കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോ സാർ ഒരു ഒറ്റ ഉദാഹരണം പറയാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഇതിലെയാ കടന്നു പോകുന്നത്. മൂന്നാർ വഴിയല്ലേ? ഏത് പദ്ധതിയാണെന്നറിയാമോ? ഭാരത് മാല പ്രോജക്റ്റ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് മാല പ്രോജക്റ്റിലുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാത മൂന്നാർ വഴി കടന്നു പോകുമ്പോ ഇതിവിടെ ഡീൻ കുര്യാക്കോസ് ആണ്, കോൺഗ്രസിന്റെ MP ആണ് എന്ന് കരുതി മൂന്നാറിൽ നിന്ന് ഈ ദേശീയപാത വഴിതിരിച്ചു വിട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഭാരത് മാല പ്രോജക്റ്റിൽ ഒരു റോഡ് വരുമ്പോ അത് എന്റെ പരിശ്രമം കൊണ്ടാണ് എന്ന് പറയുന്നത് എന്ത് പാപ്പരത്വമാണ്? പിന്നെ കേന്ദ്രം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു പദ്ധതി നടപ്പാക്കുമ്പോ MP-യോടല്ലാതെ തുമ്പിയോട് പ്രോജക്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ആരാ പ്രതികരിക്കുന്നു പറഞ്ഞു? ചേട്ടാ, എന്താ ഇവിടുത്തെ അവസ്ഥ മൊത്തത്തിൽ? ആയിക്കൊണ്ട് പറഞ്ഞോ. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മൃഗങ്ങളുടെ ശല്യവും സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടി ഒരു നല്ല നിലപാട് സ്വീകരിക്കാൻ ഇവിടുത്തെ MP-ക്ക് ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞിട്ടുള്ള പ്രതിഷേധം നടത്തിയ താങ്കൾ കണ്ടില്ലേ? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരാളേ ഉള്ളൂ. കേരളത്തിൽ നിരവധിയായ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തിരുവനന്തപുരത്ത് പോയി ഇയാളുടെ റിപ്പോർട്ടും മേടിച്ച് ഓരോരുത്തരും വെടിവെച്ച് കൊല്ലുന്നത് എത്രമാത്രം പ്രായോഗികമാണെന്നുള്ള കാര്യം ആദ്യം ചിന്തിക്കണം. 12 പേര് മരണപ്പെട്ടപ്പോൾ ഈ ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന MP അവരുടെ ആരുടെയും വീട്ടിൽ പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിനോട് അടുത്തപ്പമാണ് മരണവീടുകളിൽ അദ്ദേഹം പോകാനും ശവം മോഷ്ടിക്കാൻ വേണ്ടി എറണാകുളം DCC പ്രസിഡന്റിനെ അങ്ങോട്ട് പറഞ്ഞുകൂടാനൊക്കെ തയ്യാറായിട്ടുള്ളത്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഫണ്ട് കൊണ്ടുവന്നു. ഇവിടെ ഈ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതി വിഹിതത്തിന്റെ അർഹമായ വിഹിതം കേരളത്തിന് കൊടുക്കാൻ തയ്യാറാകാത്തവരാണ്.
അവരാണ് ഇവിടുത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ദേശീയപാത വികസനത്തിനൊക്കെ രാജ്യത്താകമാനം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പൊ ഇന്ത്യയിലെ ഭരണഘടനയുടെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തരുന്നത് ആരുടെയും ദാനമാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇന്ത്യയുടെ ഭാഗമല്ലേ കേരളവും? ഓക്കെ, വളരെ പ്രധാനമന്ത്രി വിഷയം എന്താ സാധ്യത പറഞ്ഞു? സാധ്യത ഇവിടെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5 വർഷക്കാലം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഒരു എംപിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ജോയ്സ് ജോർജിന്റെ ഇടപെടൽ കൊണ്ടാണ്. സെൻട്രൽ റോഡ് ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇടുക്കിക്കാർക്ക് കിട്ടാക്കനിയായിരുന്നു. അത് ഇടുക്കി ജില്ലയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞത് ജോയ്സ് ജോർജാണ്. അത് മാത്രമല്ല, പ്രളയമടക്കമുള്ള വലിയ തോതിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ ജോയ്സ് ജോർജിന് കഴിഞ്ഞു. പെൻഷൻ കിട്ടാത്ത മറിയാമ്മ ചേട്ടത്തിമാർ വോട്ട് കൊടുക്കും. കാരണം പെൻഷൻ കിട്ടാത്തത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കൊടുക്കാത്തതാണെന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. 1. 2, കൃത്യമായി ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ കേരളം പൊരുതി നേടുന്ന അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സുപ്രീം കോടതി വരെ അനുവദിക്കുമ്പോ ഇത് കൃത്യമായി കേരളത്തിന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പെൻഷൻ മാതൃകാപരമായി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് അറിയാം കേന്ദ്രം തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ് പെൻഷൻ കിട്ടാത്തത്. അങ്ങനെ തന്നെയാണോ? എന്താ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ? ജോയ്സ് ആണോ ഡീൻ ആണോ? ജോയ്സ് ആണ് ജയിക്കാനുള്ള സാധ്യതയേ ഉള്ളൂ. ആ സാധ്യത അങ്ങനല്ല, ഞാൻ പറയട്ടെ. സാധ്യത എന്ന് പറയുന്നതിന് കാരണം ഞങ്ങളൊക്കെ ചെറുപ്പക്കാരുടെ വക്താക്കളാണ്. അതെ. അപ്പോ ഈ രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടിൽ എന്റെ നിലപാട് LDF ആണ്. അത് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആത്യന്തികമായി ഉയർന്നു വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുത്തെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. ആ വന്യജീവി ആക്രമണം മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 പേര് മുൻപ് മരിച്ചപ്പോഴും ഇല്ലാഞ്ഞ വൈകാരിക പ്രകടനം 12ാമത്തെ ആളിലേക്ക് എത്തുമ്പോൾ 92 ഒരു സിനിമയുണ്ട് സത്യനന്ദിക്കാടിന്റെ, ഏതാണെന്നറിയോ? സന്ദേശം. ആ സിനിമയ്ക്കകത്തെ കച്ചവടമാണ്. അതെ, ആ സാധനമാണിത്. ആ സാധനത്തിനപ്പുറം നിന്നുകൊണ്ട് ഈ നാട്ടിലെ പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് കൂടിയുണ്ട് അതിനകത്ത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം തോറ്റവരാണ്. ഞങ്ങൾക്കത് പറയാൻ മടിയൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതേ സ്ഥാനാർത്ഥി തന്നെ നിൽക്കുമ്പോൾ വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഞങ്ങളെ തോൽപ്പിച്ചതാണ്. ഞങ്ങൾ ആ തോൽവി ഏറ്റുവാങ്ങുന്നു. ആ ഏറ്റുവാങ്ങിയതിനു ശേഷം വലിയ തോൽവിയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ അംഗീകാരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ആ സത്യത്തിന്റെ പേര് ഇപ്പൊ ഈ നടക്കുന്ന ഈ ചർച്ച, ഈ കുരുക്ഷേത്രം എന്ന പേരിൽ നിങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പേര് ഈ 5 വർഷം ജനങ്ങൾ സമ്മതിദാനം രേഖപ്പെടുത്തി ജയിച്ചുപോയ MPയുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ്. ആ വിലയിരുത്തൽ 90% പാർലമെന്റിൽ ഉണ്ടായിരുന്നു. ആ വിലയിരുത്തൽ നടത്തുമ്പോൾ ഈ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിന്റെ പ്രധാന വിഷയമായ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട പ്രതിഷേധങ്ങൾ, ഇതിനിടയ്ക്ക് നടന്ന കർഷകരുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ, ഈ സമരത്തിലൊക്കെ നമുക്ക് TV-യിൽ പോലും ഈ MPയുടെ മുഖം ഒന്ന് കാണാൻ, അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അവിടെ നടക്കുമ്പോഴും ഞാൻ ഇന്നത് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ നെടുങ്കണ്ടത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഉടുമ്പൻചോല മണ്ഡലത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഒരു മൈക്ക് കെട്ടി വെച്ച് ഇന്നുവരെ MP ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ നമ്മൾ കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള നിരവധി അനവധിയായ പ്രശ്നങ്ങളുണ്ട്. മണ്ഡലം സ്പെസിഫിക് ആയിട്ട് കൂടി ചർച്ച ചെയ്യും. സേനാപതി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ദേശീയ തലത്തിൽ പല പ്രധാനപ്പെട്ട വിഷയങ്ങളും വരുമ്പോഴും ഡീൻ കുര്യാക്കോസ് നിശബ്ദനായിരിക്കുന്നു, മൗനവ്രതത്തിലായിരുന്നു നമ്മുടെ MP. ഒന്ന്, കോവിഡ് കാലം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ചോദിച്ചല്ലോ. സംസ്ഥാന ഗവൺമെന്റ് പകച്ചു നിന്നപ്പോ MP ഫണ്ടിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് പകച്ചു നിന്നോ കോവിഡിന്റെ കാലത്ത്? പിന്നെന്താ, MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഇടുക്കി മെഡിക്കൽ കോളേജിന്. ഇനി അടുത്തത് മെഡിക്കൽ കോളേജ് ഞങ്ങൾ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയുടെ സംരംഭം, സംശയമില്ലാത്ത കാര്യം. കള്ളത്തരവാണ്. ആര് കൊണ്ടുവന്നു? ആരാ കൊണ്ടുവന്നെന്ന് പറഞ്ഞാ മതി. ആര് കൊണ്ടുവന്നെന്ന് പറഞ്ഞാ മതി. ഉമ്മൻചാണ്ടി കല്ലിട്ടൊരു കണ്ണൂർ എയർപോർട്ട് ഉണ്ടായിരുന്നു. എന്നാ ഉണ്ടായേ? അതിൽ വിമാനം ഇറങ്ങിയിട്ടാ മോനെ. വിമാനം ഇറങ്ങിയിട്ടാണ് ഉമ്മൻചാണ്ടി പോയത് കേട്ടോ. അതില് വിമാനം ഇറങ്ങിയിട്ടാണ് ഉമ്മൻചാണ്ടി പോയത്. ചോദിച്ചോട്ടെ, NIA വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? കോൺഗ്രസിന്റെയും ഇടുക്കി MPയുടെയും നിലപാട് എന്താണ്? NIA ബില്ല് പാസ്സാക്കിയല്ലോ പാർലമെന്റ്. രണ്ട് ബില്ലുകളുണ്ട്. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ബില്ല്, NIA ബില്ലാണ്. NIA വിഷയത്തിൽ രാഹുൽ ഗാന്ധി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് തന്നെ.
നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആ ബില്ലിൽ. കാര്യമാണോ അതെ ചോദിച്ചത്? അതെ അതെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാജ്യത്ത് വേണം. നാഷണൽ അല്ല ഇൻവെസ്റ്റിഗേഷൻ പക്ഷേ നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. അണ്ടർ ട്രയൽസ് ഒരു നിമിഷം സാർ, ഈ NIA പോലെയുള്ള ടാഡ പോട്ട പോലെയുള്ള നിയമങ്ങളൊക്കെ ഈ രാജ്യത്ത് വേണ്ട എന്ന നിലപാട് നിങ്ങൾ എടുക്കുമ്പോൾ NIA ഭേദഗതി വരുന്ന സമയത്ത് നിങ്ങൾ വോട്ടിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എതിർത്ത് വോട്ട് ചെയ്തില്ല. NIA പേരിൽ കിടക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരോട് നിങ്ങൾക്ക് എന്ത് സ്നേഹമാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ CA കാര്യത്തിൽ നിങ്ങളുടെ ഇരട്ട മുഖമല്ലേ? അല്ല അല്ല ഞാൻ വരാം. അതെ സേനാപതി ഒന്ന് പറയട്ടെ ആ കാര്യം. പ്ലീസ് എന്നെ അല്ല ഒരു നിമിഷം ഒന്ന് പറഞ്ഞു തീർത്തിട്ട് വരാം. അങ്ങ് ചോദിച്ച ചോദ്യം MPയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു പ്രതിഘട്ടത്തിലാണ് ഇത്തരം ചർച്ചകളിൽ എന്ത് നിലപാടാണ് എടുത്തത് ഡീൻ കുര്യാക്കോസ്? അല്ല പറയാവുന്നേ, ഞാൻ പറയാം. പറയട്ടെ സഹോദര, പറയാമല്ലോ. പറയട്ടെ സഹോദര. പെട്ടിമടിയിൽ ദുരന്തമുണ്ടായത് അങ്ങേക്ക് അറിയാമല്ലോ. ആ ദുരന്ത സമയത്ത് ആ ദുരന്തം അതിന്റെ എന്താ പറഞ്ഞ ദുരന്തമുണ്ടായ പിറ്റേ ദിവസം റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങി അന്നു മുതൽ അവസാനത്തെ ബോഡി റിക്കവറി ചെയ്യുന്നത് വരെ അവിടെ നിന്ന് ആ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ് ഡീൻ കുര്യാക്കോസ് MP. ഈ 11 പേര് മരിക്കുന്ന സമയത്തും ഈ ഡീൻ കുര്യാക്കോസിനെ കണ്ടില്ലല്ലോ ആ സ്ഥലത്ത്. ഞാൻ പറയാം. ദേ അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ ശാന്തൻ പാറയുടെ CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി മരിച്ചുപോയ ഒരാളുടെ TJ ഷൈൻ. ആ TJ ഷൈനും ഡീൻ കുര്യാക്കോസ് MP-യും പ്രതിയായിട്ടുള്ള 4 കേസ് ഈ കോടതിയിലുണ്ട്. അതിൽ ഒരു കേസിൽ ഞാനും പ്രതിയാണ്. എന്താണെന്നറിയോ, മരിച്ചയാളുടെ മൃതശരീരം പൂപ്പാറ ടൗണിൽ വെച്ച് ആ ടൗണിൽ നടത്തിയ പ്രകടനത്തിൽ അന്ന് ഡീൻ കുര്യാക്കോസ് MP നേതൃത്വം കൊടുത്തു. CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി, DYFയുടെ മുൻ ജില്ലാ സെക്രട്ടറി NR ജയൻ, ഉള്ളവൻ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വനരാജ്, ഞങ്ങളൊക്കെ ആ കേസിൽ പ്രതിയാ. മൃതശരീരം റോഡിൽ വെച്ചു വന്ന് ആ 12 ഇടത്തും നിങ്ങൾ ഈ പറയുന്ന 12 ഇടത്തും ആ 12 ഇടത്തും എത്തി അതിന്റെ സാന്നിധ്യം അറിയിച്ച താങ്കൾ കള്ളം പറഞ്ഞു. 12 സ്ഥലത്ത് ഈ ഡീൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ 12 സ്ഥലത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നൊരു തെളിവുണ്ട്. ഞാൻ തെളിവ് കാണിക്കാം. തെളിവുണ്ട്. അത് കോൺഗ്രസിന്റെ ഓഫീസിലായിരിക്കും. ഈ നാട്ടിൽ എവിടെയെങ്കിലും ആളുകൾ കണ്ടോ? അല്ല ഞാനേ ഈ നാട്ടിൽ 11 അദ്ദേഹത്തിന്റെ പേര് കേസെടുത്തു. ഈ പ്രതിഷേധം നടന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് അവസാനത്തെ മരണം മാത്രം ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്നു? ഒരാളുടെ മൃതദേഹവുമായി അത് ഡീന്റെ വിഷയമല്ല. അവ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഡീൻ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. ശരി, ഇനി പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ കുറിച്ച് പറയൂ. പാർലമെന്റിൽ അദ്ദേഹം ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് സംസാരിച്ചു? നമ്പർ 1. നമ്പർ 2, ദേശീയ വിഷയങ്ങളിൽ എന്ത് നിലപാടെടുത്തു? NIA അടക്കമുള്ള വിഷയങ്ങളിൽ. ചോദിക്കട്ടെ, ആ സഹോദരൻ അറിയുന്നുണ്ടോന്നറിയില്ല. ഈ എന്താ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആദ്യത്തെ ചർച്ച വന്നപ്പോ തൂക്കുപാലത്ത് നിന്ന് നെടുങ്കണ്ടത്തേക്ക് ഡീൻ കുര്യാക്കോസ് നയിച്ച ജാഥ ജോമോൻ കണ്ടോ എന്ന് എനിക്കറിയില്ല. ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ പ്രതിഷേധം നടത്തുന്നത്. രണ്ട്, ഇവിടെ ബഫർ സോൺ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എടുത്ത നിലപാടിനെതിരെ ഞങ്ങൾ കുമളിയിൽ നിന്ന് അടിമാലി വരെ ജാനുവരി മാസം 13-ാം തീയതി തുടങ്ങി ജാനുവരി മാസം 23-ാം തീയതി തീർന്ന 11 ദിവസം നീണ്ടു നിന്ന കാൽനട ജാഥ ഡീൻ കുര്യാക്കോസ് ഈ നെടുങ്കണ്ടം വഴിയാണ് കടന്നുപോയത്. ഇനിയിപ്പോ അദ്ദേഹം വീട്ടിലിരുന്നുകൊണ്ട് കണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഏത് പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടായ ഘട്ടത്തിലൊക്കെ ESA പ്രശ്നത്തിന്റെ കാര്യത്തിലാണെങ്കിലും ബഫർ സോണിന്റെ കാര്യത്തിലാണെങ്കിലും പട്ടയ വിഷയത്തിലാണെങ്കിലും ആ കാര്യങ്ങളിലൊക്കെ പാർലമെന്റിൽ ഒരു മുന്നണി പോരാളിയെ പോലെ നിന്ന് ആ പോരാട്ടങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗമൊന്നും വൈറലായതായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, പ്രസംഗം വൈറലായി ആലപ്പുഴ MP-യുടെ. അത് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ വയലന്റ് ആക്കി. ഞങ്ങളുടെ MP അത്യാവശ്യം പള്ളിക്കൂടത്തിലൊക്കെ പോയ ആളായതുകൊണ്ട് അദ്ദേഹം നല്ല ശുദ്ധമായ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ആ കാര്യം അതായത് ഡീൻ കുര്യാക്കോസ് ഇതിലെ ചായ കുടിക്കാൻ വേണ്ടി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ സമ്മതിച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 1952 നെഹ്റു ഗവൺമെന്റ് പാസാക്കിയ പൗരത്വ നിയമം 55 പാസാക്കിയ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കേണ്ടതില്ലെന്ന ഭേദഗതി കൊണ്ടുവന്ന് പാസാക്കിയപ്പോ അതിനെ പാർലമെന്റിൽ എതിർത്ത് വോട്ട് ചെയ്ത കേരളത്തിലെ ഒരേ ഒരു MP AM ആരിഫ് മാത്രമാണ്. കോൺഗ്രസ് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള കോൺഗ്രസ്സുകാർ വോട്ടെടുപ്പ് സമയത്ത് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് അവരുടെ. അത് ഞങ്ങൾ പ്രതിഷേധിച്ചു. പൗരത്വ നിയമം അത് തെറ്റിദ്ധാരണ വേണ്ട. അത് പൗരത്വ നിയമ ഭേദഗതിയല്ല, അത് NIA ആണ്. NIA-യുമായി ബന്ധപ്പെട്ട നിർദ്ദേശിച്ചിട്ട് വോട്ടെടുപ്പ് വന്നപ്പോൾ വോട്ടെടുക്കാതിരുന്നു. അവരിറങ്ങിപ്പോയി. അല്ല, CA-യുടെ കാര്യത്തിലേക്ക് കോൺഗ്രസ് ശക്തമായി നിലപാടെടുത്തു. പക്ഷേ സമയം കിട്ടിയില്ല. 11-13 ബില്ല് പാസ്സായി. മുത്തലാഖ് നിയമത്തിന്റെ കാര്യത്തിൽ അത് തന്നെയാണ്. ലീഗുകാരാ
കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരൊന്നും അതിന് വോട്ട് ചെയ്തില്ല, എതിരായിട്ട് വോട്ട് ചെയ്തില്ല. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ നിന്ന് അതെ ശരിയാണ്, പക്ഷെ വോട്ടെടുപ്പ് വരുമ്പോ അവർ ഇറങ്ങിപ്പോവും. അല്ല കോൺഗ്രസിന്റെ മേലെ അങ്ങനെ ആരോപണം മുത്തലാഖിന്റെ വിഷയത്തിൽ ലീഗിന്റെ കാര്യത്തിലുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ. പക്ഷേ ഏറ്റവും പ്രസക്തമായ വിഷയം ഈ സുഹൃത്ത് ചോദിച്ചതാ, 7 പെൻഷൻ കുടിശ്ശിക നിൽക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യത്തോടു കൂടി വോട്ട് ചോദിക്കാൻ പറ്റും? അതെ 18 മാസം കുടിശ്ശിക വരുത്തിയവരാണ് കുറ്റപ്പെടുത്തുന്നത് ഓർത്തോളം. ഇല്ല സാർ, അങ്ങനെ ഒരു ആര് പറഞ്ഞു? അത് വെറും കള്ളം. ആര് പറഞ്ഞു? വെറും കള്ളം. എല്ലാ പെൻഷനും ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് പെൻഷൻ സമരം ചെയ്യാത്തെ? അങ്ങനെ ഒരു കാര്യമില്ല, അത് വെറും കള്ളം. 18 മാസം പെൻഷൻ മുടങ്ങിയ CPM-കാരൻ ഇരിക്കുവോ വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് മാർഗോ ഇവര്? അല്ല ഞാൻ ചോദിക്കട്ടെ, 18 മാസം പെൻഷൻ മുടങ്ങിയ പറയട്ടെ, എനിക്ക് സമയം തരുമോ? സമയം തരും. ഉമ്മൻചാണ്ടി 2016 അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ 32 ലക്ഷം പേർക്കാണ് 600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നത്. അതെ, അതൊക്കെ ശരിയാ, അതൊക്കെ ശരിയാ. അത് 62 ലക്ഷമായി. അല്ല, അത് 18 മാസം കുടിശ്ശികയാണ്. 18 മൊത്തമായില്ല സാർ. ചില മേഖലകളിൽ 18 ഉണ്ടായിരുന്നു. ചില മേഖലകളിൽ 18 ഉണ്ടായിരുന്നു, ചില മേഖലകളിൽ 4 ഉണ്ടായിരുന്നു. കാര്യം ഒരുമിച്ചായിരുന്നില്ല അന്നത്തെ പെൻഷൻ സംവിധാനം. താങ്കൾ ഇതുപോലെയുള്ള പല പരിപാടികളിലും 18 മാസം കുടിശ്ശികയില്ലെന്ന് തർക്കിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, പക്ഷേ ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ 600 രൂപ 18 മാസം കുടിശ്ശികയായിരുന്നു. ഇപ്പോ 32 ലക്ഷത്തിൽ നിന്ന് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം 62 ലക്ഷമായി. ഒന്ന് 600-ൽ നിന്ന് 1600 ആക്കി. അതെ, ഇപ്പൊ 6 മാസം കുടിശ്ശിക ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് കൊടുക്കാതിരിക്കുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അത് തെറ്റാണെന്ന് ഇപ്പൊ സുപ്രീം കോടതി പോയപ്പോ ഈ പറയുന്ന പാക്കേജ് വായ്പ എടുക്കാൻ കേന്ദ്രമാണ് കുറ്റക്കാരെന്ന്. അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ സെക്കൻഡ് അവിടെ നിൽക്കണം, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇവര് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നത്, BJP പറഞ്ഞിരുന്നത് കേരളത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്, ഇനി ഒന്നും കൊടുക്കാനില്ലെന്നാ പറഞ്ഞത്. അപ്പൊ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സൂട്ടിന്മേൽ ഇടക്കാല ഉത്തരവ് വന്നു. ഉത്തരവ് വന്നപ്പോ 13,608 കോടി ഉണ്ടെന്ന് പറഞ്ഞു. അതിപ്പോ കിട്ടുകയാണല്ലോ. അതെ, ഇപ്പൊ 5,000 കോടി എടുക്കാമെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ കേരളത്തോട് കേന്ദ്രം അനീതി കാട്ടി എന്നുള്ള കാര്യം ശരിയല്ലേ? കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 18 UDF MP-മാർ കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ? കുര്യാക്കോസ് ഈ സാമ്പത്തിക വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ? ഒന്ന് മറുപടി. ഒന്ന് ക്ഷേമ പെൻഷൻ ഞങ്ങൾ 600 രൂപയാ കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അന്ന് 20 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടുമായിരുന്നു. അത് മനസ്സിലായില്ലേ? VS അച്യുതാനന്ദന്റെ കാലത്ത് 300 രൂപയായിരുന്നു. VS-ന്റെ കാലത്ത് 600. അല്ല, ഉമ്മൻചാണ്ടി സമയത്ത് 400-ൽ നിന്ന് 600 ആയി. കാലാനുസൃതമായിട്ട് വർദ്ധിപ്പിച്ചല്ലോ. ഇനി ഇവിടെ പറഞ്ഞ് 18 മാസം ക്ഷേമ പെൻഷൻ കിട്ടാതിരുന്ന ഈ നാട്ടിലെ ഏതെങ്കിലും വില്ലേജ് ഓഫീസോ താലൂക്ക് ഓഫീസോ പഞ്ചായത്തോ പ്രവർത്തിക്കാൻ പറ്റുമോ? CPM-കാരന്റെ സമരം കാരണം ഒരാൾക്കും നിയമസഭയിൽ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. വളരെ പരിമിതമായ ഒരു കാര്യം, കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന LDF-നോടൊപ്പം നിങ്ങൾ കൈകോർക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഞെരുക്കുന്നത് ഇവരുടെ ആരോപണമല്ലേ? സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞു കൊടുത്തൂടെ എന്നാ ചോദിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞത് കടമെടുക്കാൻ പരിധി വർദ്ധിപ്പിച്ചു. ചോദിച്ചത് കടമെടുക്കുന്നതാണോ ഒരു സംസ്ഥാനത്തിന്റെ ക്ഷേമ പ്രവർത്തനം നടത്തുന്നത്? ഞങ്ങൾ കടമെടുക്കണം. സംസ്ഥാനം തനതായ വരുമാനം കണ്ട വരുമാനത്തിൽ നിന്ന് ഇവര് 57,000-ന്റെ കണക്ക് പറഞ്ഞല്ലോ. എന്റെ കപിൽ സിബലിനെ കൊണ്ട് സുപ്രീം കോടതി ഞങ്ങൾക്ക് 57,000 കോടി ഉണ്ടെന്ന് പറഞ്ഞ് കണക്ക് കൊടുക്കാത്തത് കൊടുത്തല്ലോ. കൊടുത്തില്ല. 57,000 കണക്കേ ഇല്ല. ആകെയുള്ള കണക്ക് 13,602 തരാനുള്ളത് തരണം. 10 രൂപയ്ക്ക് 11,000 കോടിയും കൂടി എടുക്കണം. അത്രേ ഉള്ളൂ. അത് വായ്പയാണ് സാർ. 13,608 കോടി രൂപ തീരുമാനിച്ചല്ലോ. അതുപോലെ ഇപ്പൊ 5,000 കോടി തരാമെന്ന് സമ്മതിച്ചല്ലോ. കേരളത്തിന് അർഹതപ്പെട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം തത്വത്തിൽ അംഗീകരിച്ചല്ലോ. ഇനി ഇവിടുത്തെ ഇത് സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റാ. ഒന്നുമില്ല. ഒരു നിമിഷം, ഇത്രയും അടുത്ത് മനോഹരമായ ഉണ്ടോ? ഇന്നാ ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെ അത് വരും. നാളെ വരും. ഇല്ല, നാളെ വരും. കേരൈസ് മാത്രല്ല
കേരൈസ് മാത്രമല്ല 13 സബ്സിഡി സാധനങ്ങളില്ല. 13 കൂട്ടം സബ്സിഡി സാധനങ്ങൾ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിലെ എല്ലാ ചില്ലറ വിൽപ്പനശാലകളിലും അതിന് നന്ദി പറയേണ്ടത് നരേന്ദ്രമോദി സർക്കാരിനോടാണ്. അതിന് നന്ദി പറയേണ്ടത് നരേന്ദ്രമോദി സർക്കാരിനോട്. ഭാരത് റൈസ് വന്നപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ഇറക്കിയതാ. ഭാരത് റൈസ് വന്നപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ഈ ഒരു സംശയം, ഈ ഭാരത് റൈസ് ജില്ലാടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കുന്നതിന്റെ കാര്യം എന്താ? അടിസ്ഥാനത്തിലല്ലോ ഭാരത് റൈസ്. ഒരു നിമിഷം, ഇടുക്കിയിൽ ഭാരത് റൈസ് കൊടുത്തത് നിങ്ങള്? ഇടുക്കി തൊടുപുഴ കൊടുത്തല്ലോ. കട്ടപ്പന കൊടുക്കാത്ത എന്താ? കട്ടപ്പന കൊടുക്കും. അപ്പൊ നിങ്ങൾ കൊടുക്കും. റൈസ് ഇവരും കൊടുക്കും, ഭാരത് റൈസ് നിങ്ങൾ കൊടുക്കും. ഭാരത് റൈസ് വന്നത് 11 രൂപ 11 പൈസയ്ക്ക് മേടിക്കുന്ന അരി 29 രൂപയ്ക്ക് ഭാരത് റൈസ് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരിൽ കൊടുക്കുന്നുണ്ട്. 10 രൂപ ലാഭം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 40 രൂപയ്ക്ക് വാങ്ങുന്നത് 28 രൂപയ്ക്ക് മേടിക്കുന്ന മട്ടയും കുറുവയും അടക്കമുള്ള അരി 28 രൂപയ്ക്ക് 30 രൂപയ്ക്ക് റേഷൻ കടകളിലൂടെ ആർക്കും കിട്ടുന്നില്ല നാളെ മുതൽ വരുമെന്നാ പറയുന്നത്. നാളെ മുതൽ കഞ്ഞി വെക്കാം കേരൈസ് വഴി. പക്ഷേ രതീഷ്, ഒരു പ്രശ്നം ഇതാണ്, നിങ്ങൾ ഈ FCI വഴി ഈ സപ്ലൈകോയെ ഈ അരി എടുക്കാൻ അനുവദിച്ചാൽ ഇപ്പൊ 23 രൂപയ്ക്ക് അരി കൊടുത്ത് കാണിക്കാമെന്നാണ് അനിൽ പറയുന്നത്, ഭക്ഷ്യവകുപ്പ് മന്ത്രി. കേന്ദ്രം കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യം ഇവര് നേരാൻ വണ്ണം കൊടുത്തിട്ടുണ്ടോ? ഏറ്റവും കുറഞ്ഞത് അത് പേര് മാറ്റി പാക്കറ്റ് മാറ്റി കൊടുക്കത്തുള്ളൂ. FCI ഗോഡൌൺ വഴി തന്നെ ഭാരത് റൈസ് വിതരണം ചെയ്യുന്നുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ FCIയിൽ നിന്ന് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം വഴി സപ്ലൈകോയ്ക്ക് ടെൻഡർ നടപടികൾ പങ്കെടുക്കാൻ അനുവദിക്കോ ഇല്ലയോ? ഒറ്റ ചോദ്യം. അങ്ങനെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു ആവശ്യം എത്രയോ കാലമായി പറയുന്നു. അതിൽ നിന്ന് നിങ്ങൾ സപ്ലൈകോയെ പുറത്താക്കി, സപ്ലൈകോ കൊടുക്കുന്നില്ല. സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും കൃത്യമായി ജനങ്ങൾക്ക്. നിങ്ങൾ കേരളത്തിന് കൊടുക്കാനുള്ള വായ്പാ കുടിശ്ശിക കൃത്യസമയത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ കേരളത്തിന് കൊടുക്കാനുള്ള ആരോഗ്യത്തിന്റെയോ മറ്റു ചില ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ കൃത്യമായ ഗ്രാൻസ് നേടി കൊടുക്കുന്നില്ല. നിങ്ങൾ കേരളത്തിന് കൊടുക്കാവുന്ന ഈ അരിയുടെ കാര്യത്തിൽ പോലും രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു. സാറേ, കേരളം എന്തോ പാകിസ്ഥാനിലാണോ? കേരളം പാകിസ്ഥാനിലൊന്നുമല്ല. കേരളത്തോട് അത്തരത്തിലൊരു രാഷ്ട്രീയ വിവേചനവും കാണിച്ചിട്ടില്ല. കേന്ദ്രം ഫണ്ട് കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായ കണക്കും ഓഡിറ്റും ഒക്കെ ആവശ്യമാണ്. കൊടുക്കാൻ പറ്റുമോ? അത് തരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വെറും കേവലമായ ന്യായം മാത്രമാണ്. അത് തെറ്റായ പ്രചരണമാണ്. അങ്ങനെയെങ്കിൽ 13,608 കോടി 5,000 കോടി ഇപ്പൊ എങ്ങനെയാ കൊടുക്കുന്നത്? 5,000 കോടി കടമായിട്ട് ആവശ്യപ്പെട്ടതാണ്. കോടതി ആവശ്യപ്പെടുമ്പോഴാണ് കൊടുക്കാമെന്ന് നിങ്ങൾ സമ്മതിക്കുന്നത്. അധികം കടം ആവശ്യപ്പെട്ടതാണ്, പക്ഷേ അത് ഇവർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ ആദ്യം പറഞ്ഞത് അതിപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് കോടതി ഇടപെട്ടപ്പോൾ ഹർജി പിൻവലിച്ചാ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വെറുതെ കൊടുക്കാമെന്ന് പറയട്ടെ. പറഞ്ഞോ. 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോ 55 ലക്ഷം കോടി രൂപയായിരുന്നു ഇന്ത്യയുടെ കടം, ആഭ്യന്തര കടം. ഇപ്പൊ അത് 205 ലക്ഷം കോടി, 205 ലക്ഷം കോടിയായി വർദ്ധിച്ചു. നല്ല റോഡ് വന്നില്ലേ? എവിടെ നല്ല റോഡായി? ചിന്നക്കനാൽ വഴിയൊക്കെ പോകുന്ന നല്ല പൊളപ്പൻ റോഡല്ലേ ഭാരത്മാല പദ്ധതി? അല്ല, അങ്ങനെ വിമാനത്താവളം വരാൻ പോകുന്നു, ശബരിമലയുണ്ട്. അത് കടം മേടിച്ചല്ലേ ചെയ്തത്? കേരളത്തിലെ ഗവൺമെന്റും കടം മേടിച്ചാണ് ഈ നാട്ടിൽ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ അധികാരത്തിൽ വരുമ്പോ 1.4 ലക്ഷം കോടിയായിരുന്നു കേരളത്തിന്റെ കടം. ഇപ്പോൾ അത് എത്രയായി? ഇപ്പൊ 4 ലക്ഷം കോടിയുടെ അടുക്കുന്നു. 205 ലക്ഷം കോടിയാ കേന്ദ്രത്തിന്റെ. 205 ലക്ഷം കേന്ദ്രം 205 ലക്ഷം കോടിയാണ്. ഈ പാവയ്ക്ക പോലുള്ള കേരളവും ഇന്ത്യ മഹാരാജ്യവും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. എന്തായാലും ഒരു താരതമ്യമൊക്കെ വേണ്ടേ? കേരളം 4 ലക്ഷം, കേന്ദ്രം 205 ലക്ഷം. നിങ്ങൾ കേന്ദ്രവും കേരളവും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ എന്ത് മാനദണ്ഡമാണ്? കേന്ദ്രവും കേരളവും തമ്മിൽ മാനദണ്ഡം ചെയ്യാനേ പറ്റുന്നില്ല. അതായത് ഞാൻ പറയാം, കേരളത്തിന്റെ 2022-23 സാമ്പത്തിക വർഷത്തെ GDP-യുടെ 34% കടമുള്ളൂ. ഇന്ത്യ ഗവൺമെന്റിന്റെ GDP-യുടെ 57% കടം. അതായത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു എന്നുള്ളത് ഇവർക്കറിയാമോ? മാത്രം വായിച്ചാൽ പട്ടിണിയും അതേപോലെ വളർന്നു. പട്ടിണിയും അതേപോലെ വളർന്നു എന്നാണ് കാര്യമാണ്. പട്ടിണിയുടെ കാര്യത്തിൽ 44-ൽ നിന്ന് 111-ലേക്ക് എത്തി. 111-ലേക്ക് സ്ഥാനം പുറകോട്ടാ പോയത് പട്ടിണിയുടെ കാര്യത്തിൽ. പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതായത് BDJസിനോ BJPക്കോ ഇടുക്കിയിൽ വലിയ സ്കോപ്പ് ഒന്നും ഇല്ലെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. പക്ഷെ തിരിച്ചാണ് പറയുന്നത് കേന്ദ്രത്തിലെ പദ്ധതി കൊണ്ട് അവർ വോട്ടിടും. അത് കിട്ടുന്നത് നമുക്കറിയാം. അതായത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഇവിടുത്തെ LDF നേതാക്കന്മാരും വലതുപക്ഷ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത്, ഞങ്ങള് പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരാ പറഞ്ഞത്, ഞങ്ങൾ കേന്ദ്രത്തിന്റെ ഈ പിച്ചക്കാശൊന്നും മേടിക്കാൻ കേരളത്തിൽ 6,000 രൂപ അല്ലേ? 6,000 രൂപ. ഇടുക്കിയിൽ
ഇടുക്കി ജില്ലയിൽ 71,624 പേരുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി പണം ചെല്ലുന്നുണ്ട്. 6,000 രൂപ ചെല്ലുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിരവധി ഇന്ത്യയിൽ ഒരു ദിവസം 30 കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി കേന്ദ്ര പദ്ധതികൾ നേരിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അത് ഈ നാട്ടിലെ ആൾക്കാർക്കറിയാം. മാത്രമല്ല, ലോകത്തിൽ നരേന്ദ്രമോദിയുടെ അസാമാന്യമായ പാടവത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളുകൾ ഇവിടെയുണ്ട്. ചുമ്മാ നിങ്ങൾ വെറുതെ ഒന്നും പറയണ്ട. ഇന്ത്യൻ പാസ്പോർട്ടിന് ഇന്ന് ലോക രാഷ്ട്രത്തിലുള്ള സ്വീകാര്യതയെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം. സ്വാഭാവികമായിട്ടും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ഭൂപ്രശ്നങ്ങളും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നേതൃപാഠമുള്ള ഒരു ഗവൺമെന്റ് 3ാം തവണയും നരേന്ദ്ര ദാമോദർ ദാസ് മോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലേക്കും 40 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോൾ 109 രൂപയ്ക്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ 6,000 രൂപ കർഷകന് കൊടുക്കുന്നത്. ഇവിടെ 6 വരി പാത ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ ഒരു വണ്ടി ഓടുമ്പോൾ 100 രൂപ വെച്ച് ഓരോ വണ്ടിക്കാരനെ നിന്ന് പിടിച്ചാണ് ഉണ്ടാക്കുന്നത്. 100 കോടി രൂപയ്ക്ക് റോഡ് പണിത 10 വർഷം കൊണ്ട് 1000 കോടി രൂപയാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. ഇത് വലിയ കൊള്ളയാ. 30 വർഷം മുമ്പ് നമ്മൾ പുറകോട്ട് ചിന്തിച്ചാൽ അന്ന് ഞങ്ങളുടെ കാർമരമുണ്ട്. നമുക്ക് കപ്പയും ചേമ്പൊക്കെ പുഴുങ്ങി തിന്നാവുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം സംശയം. ഒരു ഭരണമാറ്റം അത്യാവശ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ജനങ്ങൾ ചാവും. ഭരണമാറ്റം അങ്ങനെയാണെങ്കിൽ സത്യം ഏത് രീതിയിൽ മാറണം? ഏത് പാർട്ടിയാണെങ്കിലും ഒരു ഭരണമാറ്റം ഡി കുര്യാക്കോസ് മാറണമെന്നാണോ താങ്കൾ പറയുന്നത്? ഇന്നല്ല, ഇപ്പൊ ആരാ ഭരിക്കുന്നത് അവർ മാറണം. അതായത് പിണറായി സർക്കാർ മാറണം. അതെ, അപ്പൊ എന്തായാലും രക്ഷയുള്ളൂ. അത്രേ ഉള്ളൂ. ഇടുക്കിയിലെ വോട്ടർമാരുടെ പ്രതികരണം. ഇടുക്കിയുടെ മലമടക്കുകളെ പുണരുന്ന തണുപ്പിനെ തോൽപ്പിച്ച് കുളിരിനെ തോൽപ്പിച്ച് രാഷ്ട്രീയ ചൂട് തിളച്ചുമറിയുകയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ. ചോദ്യങ്ങളിലേക്ക് വന്നാൽ എന്താ ചോദ്യം? കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് അതിന്റെ ആൻസർ കിട്ടുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. സ്ട്രൈറ്റ് 2 ചോദ്യം. രണ്ടല്ല, ഒരു 3-4 ചോദ്യങ്ങളുണ്ട്. CPM-കാരാണ്. ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എത്ര സ്ഥലത്ത് BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്? എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു നേതാവ് മത്സരിക്കുന്നില്ല? കോൺഗ്രസിനെ പിന്തുണയ്ക്കാതെ നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? തോമസ് ഐസക് നേതാവല്ലേ? കേന്ദ്രത്തിലേക്ക് കേന്ദ്ര നേതാക്കന്മാർ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? ഇവരാരേലും BJP-ക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആർക്കെതിരെ മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ആർക്കെതിരെ? BJP-ക്കെതിരെ. രാഹുൽ ഗാന്ധി ആർക്കെതിരെ മത്സരിക്കുന്നത്? വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം ഏറ്റെടുത്താണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എതിർക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ബാഡ്ജ് വെച്ച് വോട്ട് പിടിക്കും? 4 ചോദ്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറയാം. പെട്ടെന്ന് പറയാം, ചുരുക്കി പറയാം. ബാക്കി ചോദ്യങ്ങളിലൂടെ പോകണം. 2019 പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അമേഠിയിലും വയനാട്ടിലും മത്സരിച്ചു. അമേഠിയിൽ 52,000 വോട്ടിന് തോറ്റു. അമേഠിയിൽ 52,000 വോട്ടിന് തോറ്റു. ഇവിടെ ജയിച്ചു. എന്നിട്ട് പ്രധാനമന്ത്രിയാകാൻ ചെന്നപ്പോ ഉണ്ടല്ലോ, പണ്ടൊരുത്തൻ തെങ്ങ കയറി തേങ്ങ ഇടാൻ പോയതുപോലാണ്. തേങ്ങ ഇടാൻ വേണ്ടി തെങ്ങ കയറി മോളിൽ ചെന്നപ്പോ തെങ്ങിന് മണ്ടയില്ല എന്ന് പറയുന്ന പോലെ 44 MP-മാരെയും കൊണ്ട് പുള്ളി അവിടെ നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിനാണ് മത്സരിക്കുന്നതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്തിനാ മത്സരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നേ? ഞങ്ങൾ ലോക്സഭ പറഞ്ഞോ അവിടെ ബൈക്കില്ല, അതൊന്നും പുറത്ത് കേൾക്കില്ല. താങ്കൾ ധൈര്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാജ്യത്തെ തൊഴിലാളികൾക്കും കർഷകർക്കും മറ്റ് സാധാരണ ജനങ്ങൾക്കും വേണ്ടി പോരാടാൻ, 1, 2 മതനിരപേക്ഷത സംരക്ഷിക്കാൻ, അതിനുവേണ്ടി പോരാടാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. എന്റെ ചോദ്യം, ആ സുഹൃത്ത് ചോദിച്ചത് ഇത്രേ ഉള്ളൂ. ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് ക്ഷണിക്കുന്നതെങ്കിൽ, ആ ഒറ്റക്കക്ഷിയായിട്ട് വരണമെങ്കിൽ ഇവിടെ നിന്നൊരു കോൺഗ്രസ് MP അല്ലേ വിജയിക്കേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, നിലവിൽ പറയട്ടെ, നിലവിലുള്ള ലോക്സഭയിൽ BJP-ക്ക് 303 MP-മാരുണ്ട്. അതെ, അതിൽ 111 MP-മാർ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും MLA-മാരും മുൻ മന്ത്രിമാരും പ്രമുഖ നേതാക്കളുമായിരുന്നവരാണ്. അതിൽ ഒരാൾ ഇടുക്കിയിൽ നിന്ന് മുൻ MLA ഒരാളും കൂടി പോകുന്നു കേൾക്കുന്നു. അല്ല, മാത്രല്ല, പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ അത് BJP-ക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ആരൊക്കെയാണ് BJP-യിലേക്ക് പോകുന്നുള്ള കാര്യത്തിലേ ഉള്ളു സംശയം. ഇന്ന് 3 പേര് പോയിട്ടുണ്ട്. BJP-യിലേക്ക്. ശരി,
ഇന്നും പോയിട്ടുണ്ട്. ഉണ്ട് 3 പേര്. പത്മിനി തോമസ് പോയിട്ടുണ്ട്, തമ്പാനൂർ സതീഷ് പോയിട്ടുണ്ട്, സുരേഷ് കുമാർ പോയിട്ടുണ്ട്. ചേട്ടാ ഇനി ലക്ഷക്കണക്കിന് ആൾക്കാർ BJPയിലേക്ക് വരാനിരിക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരോ? ഇപ്പൊ 3 പേരെന്ന് പറയുന്നത്. ഇനി കൂടുതൽ ആൾക്കാർ വരും ആണോ? ഒരു BJP ചേട്ടാ പറഞ്ഞോ. ലക്ഷങ്ങൾ BJPയിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യം. പൈസയാണോ? പൈസയല്ല, ലക്ഷക്കണക്കിന് ആൾക്കാര്. അല്ല, ഇവിടുത്തെ വലതുപക്ഷവും ഇടതുപക്ഷവും കേരളം ഭരിച്ചിട്ട് എന്ത് നേട്ടമുണ്ടായി? വന്യമൃഗശല്യങ്ങൾ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യമുള്ള ജില്ലയാണ് ഇടുക്കി ജില്ലയില്. ഇവരെന്തെങ്കിലും ചെയ്തു? ഞാൻ സംശയം ചോദിക്കട്ടെ, ചേട്ടന്റെ മക്കളെ ഉത്തർപ്രദേശിലെ സ്കൂളിൽ പഠിപ്പിക്കോ കേരളത്തിലെ സ്കൂളിൽ പഠിപ്പിക്കോ? കേരളത്തില് അല്ല, ഇഷ്ടമുള്ളത് പഠിപ്പിക്കും. അരുണേ, വന്യമൃഗം ഇറങ്ങി വരുന്നതും ഇവിടുത്തെ ഉള്ള പാർട്ടിക്കാർ. അതായത് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനമന്ത്രി ആരായിരിക്കും? അതിന് മറുപടി പറഞ്ഞു. അവർ പ്രധാനമന്ത്രിയാക്കാനല്ല മത്സരിക്കുന്നത്. 2 പേരോടും ചോദിച്ചത് ഇവരുടെ പ്രധാനമന്ത്രി ആരായിരിക്കും. പക്ഷെ BJPക്ക് പറയാനൊരു പ്രധാനമന്ത്രി ഉണ്ട്. ഇവരുടെ പ്രധാനമന്ത്രി ആരായിരിക്കും? അതൊരു പ്രധാന ചോദ്യമാണ്. ഇനി കൃഷിക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 6000 രൂപ വെച്ച് അക്കൗണ്ടിൽ വന്നിട്ടില്ലേ? ഇവിടുത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തോ? അത് കൊടുത്തോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചേട്ടാ ചോദിക്കും. അരുണിനോടല്ല, എന്നോട് ചോദിച്ചു. ഇടതുപക്ഷത്തോടാണ് ചോദ്യം. എന്നോട് ചോദിക്കുമ്പോൾ ഇടതുപക്ഷത്തോട് അവിടെ അരുണോട് ഇവിടെ ചോദിച്ചു. ചോദ്യം സ്ട്രൈറ്റ് ആണ്. CA നടപ്പിലാക്കാനായിട്ട് പറ്റുകയല്ല, കേരളത്തിൽ നടപ്പിലാക്കുകയല്ല എന്ന് പറയുന്ന കേരള ഗവൺമെന്റിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇവിടെ റേഷൻ കടയില് സപ്ലൈകോയില് സാധാരണ 13 കൂട്ടം സാധനങ്ങൾ പോലും കൊടുക്കാനായിട്ട് കഴിയാത്ത ഗവൺമെന്റിന് നമ്മുടെ രാജ്യം വളരെ വിപുലമായ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അപ്പം രാത്രിയുടെ നമ്മുടെ ഇവിടെയുള്ള മുസ്ലിം സഹോദരന്മാരെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാത്രിയുടെ മറവിൽ ഇവിടെ കയറി വന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തായോ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാനായിട്ട് ശേഷിയോ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്ന വാസം അറിയാവുന്ന ഗവൺമെന്റ് പറയുവാണ് CA ഇവിടെ നടപ്പിലാക്കാൻ പറ്റുകയല്ലെന്ന്. ഇതിനകത്ത് എന്ത് വാസമാണുള്ളത്? ഇന്ത്യയിൽ ഇപ്പൊ മൊത്തം അങ്ങനെയുള്ള എത്ര പേരുണ്ടാവും? വളരെയധികം ജനങ്ങൾ. നമ്മുടെ 30,000 പേര്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ മൊത്തം 30,000 പേരേ ഉള്ളൂ. ഈ അപേക്ഷിക്കാൻ 30,000 പേരേ ഉള്ളൂ. പറയുന്നത് കേട്ടെ, അരുണൊന്ന് പറഞ്ഞു കേട്ടെ. നമ്മുടെ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം കണക്ക് വന്നേക്കുന്നത് കോടിക്കണക്കിന് ഞങ്ങളുടെ പട്ടിണിയാണെന്ന്. എത്രാമത്തെ സ്ഥാനം നമ്മുടെ? 111. ഈ 111 പറയുമ്പോൾ തന്നെ നമ്മൾ ദാരിദ്ര്യത്തിൽ പടുകുഴിയിലാണെന്ന് അറിയാമല്ലോ. മോദി സർക്കാരിനെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ലല്ല, മോദി സർക്കാർ ഇവിടെ എത്ര നാൾ ആരാ ഭരിച്ചത്? എത്ര നാള്? അല്ലല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് മോദി സർക്കാരാ. 10 വർഷം കൊണ്ട് ഇവിടെ ഇത്രയും വർഷം ഭരിച്ചിട്ട് കഴിയാത്തത് ഈ ഒറ്റ 10 വർഷം കൊണ്ട് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പറഞ്ഞു മോദി വിമർശനമായി. മോദി വിമർശനാണെന്ന് താങ്കൾക്ക് തോന്നുന്നതാ? ഇത് അരുണിന് തോന്നുന്ന ചോദ്യം മാത്രമാണ്. വാസ്തവം അതല്ല. അരുണിന് തോന്നുന്നത് അങ്ങനെയാണെങ്കിലും പെൻഷൻ കേരളത്തിൽ കൊടുക്കുന്നില്ല. സബ്സിഡി സാധനങ്ങളില്ല. അപ്പൊ കേരള സർക്കാരിനെതിരെ ചോദ്യം സ്ട്രൈറ്റ് ആണ്. നമ്മുടെ ഇവിടെയുള്ള ജനത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് തികയാത്ത ചാൻസ് ഉള്ളപ്പോഴത്തേന് രാത്രിയുടെ മറവിൽ ഇടിച്ചു കയറി വരുന്നവർക്ക് നമ്മൾ ഇവിടുത്തെ അംഗത്വം കൊടുത്ത് നമ്മുടെ പൗരത്വം കൊടുത്തിട്ട് അവർക്ക് നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നതിനകത്തുള്ള സാങ്കേതികത എന്താണെന്നാണ് എന്റെ ചോദ്യം. അങ്ങനെയുള്ള ആൾക്കാരെ മുസ്ലിം എന്നും ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും വേർതിരിക്കുന്നത് ശരിയാണോ? വേർതിരിക്കുവല്ല. ഞാൻ ഈ പറയുന്നത് 6 മതവിഭാഗങ്ങളുടെ പേരുണ്ട് സാർ. രാത്രിയുടെ മറവിൽ ഒളിച്ചു വരുന്നവരുടെ കാര്യത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും വിവേചനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സംശയം. CAയുടെ നിയമത്തിന്റെ 2ാമത്തെ സെക്ഷനിൽ 6 മതവിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ? മതവിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുള്ളൂ. ഇതേവരെ 6 മതവിഭാഗങ്ങളിൽ 6 മതവിഭാഗങ്ങളിൽ മുസ്ലിം ഉണ്ടോ? അതെങ്ങനെയാ മുസ്ലിം വരുന്നത്? മുസ്ലിം ഇല്ല. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്? താങ്കൾ പറയൂ. CA ആർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്? സ്ഥാനാർത്ഥി സാറിനോടാ ചോദിക്കുന്നത്. സാറ് കുറച്ചു മുമ്പ് പറഞ്ഞു ഞങ്ങൾ കർഷകർക്ക് വേണ്ടിയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ കർഷകർ, ഞാൻ സാധാരണ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാ. ഞങ്ങൾ ഇന്ന് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ കടം വാങ്ങിച്ച് ജീവിക്കേണ്ട അവസ്ഥയാ. നിങ്ങൾ എന്ത് സാധനത്തിനാണ് നിങ്ങൾ വില കുറച്ച്? പെട്രോളിന് വില, അരിക്ക് വില. സംസ്ഥാന സർക്കാരല്ല പെട്രോൾ കൂട്ടിയത്, കേന്ദ്രമാണ്. സർക്കാർ മാറിപ്പോയി. നികുതിയുടെ കാര്യമാണ് കേരള സർക്കാരിലെ സാറിനോട്. പറഞ്ഞോ? കേരള സർക്കാരിലെ സാറിനോട് ചോദിക്കുന്നത്, നിങ്ങളോടല്ല ചോദിക്കുന്നത്. ചോദിച്ചോ. നിങ്ങൾ കുറച്ചും ഞാൻ പറഞ്ഞ എന്ത് മറുപടിക്കാണ് താങ്കള് മറുപടി പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യത്തിന് താങ്കൾക്ക് മറുപടി പറയാനെങ്കിൽ പിന്നെ എന്നെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. കേന്ദ്രം പെട്രോളിന് വില വർദ്ധിപ്പിച്ചു. അതിന് പ്രഹരമായിട്ട്
കേരള സർക്കാർ 2 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ് അധികമായിട്ട് ഈടാക്കുന്നു, എന്നിട്ടും പെൻഷൻ മുടങ്ങുന്നു. ശരി, ഇവിടെ ആരോ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ പറഞ്ഞേ? അരുൺ, സുപ്രധാനമായ ഒരു വിഷയം. നമ്മുടെ എം പി ആയി മത്സരിക്കുന്ന ശ്രീ ഡീൻ കുര്യാക്കോസ് ജില്ലയിലെ നമ്മുടെ കർഷക തൊഴിലാളികൾക്കും എതിരായ നിലപാടാണെന്നും സ്വീകരിച്ചത്. കാഡ്ഗിൽ കസ്തൂരി രംഗൻ നിയമത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ വരുത്തുന്ന 1964 ഭൂനിയമ ഭേദഗതി പാർലമെന്റ് നിയമസഭയിൽ കൊണ്ടുവന്ന് പാസാക്കി. അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഗവർണർ അടയിരിക്കുന്ന ആ നിയമത്തിനെതിരെ ഈ ജില്ലയിലുടനീളം നടന്ന് ഈ നാട്ടിലെ കർഷകരെ വഞ്ചിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ബി.ജെ.പിയുടെ അച്ചാരം വാങ്ങി നാളെ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് ഞങ്ങളെല്ലാം കരുതുന്ന ഏറ്റവും ഈ നാട്ടിലെ വെറുക്കപ്പെട്ട, ഞങ്ങൾ കണ്ടില്ല, ഞാൻ പറയാണ്, ഈ നെടുങ്കണ്ടത്ത് അദ്ദേഹം എം പി ആയതിനു ശേഷം എത്ര ദിവസം വന്നിട്ടില്ല സുഹൃത്തെ, ഞങ്ങൾ കണ്ടിട്ടില്ല സുഹൃത്തെ. പാർലമെന്റിൽ നിഷ്ക്രിയനായ എം പി ആയിരുന്നു അദ്ദേഹം. പാർലമെന്റിലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, അദ്ദേഹം പാർലമെന്റിൽ മിണ്ടിയിട്ടില്ല, ചോദ്യങ്ങൾ ചോദിച്ചു. അതേസമയം ജോയ്സ് ജോർജ് എന്ന് പറയുന്നയാൾ പാർലമെന്റിനെ വെറുപ്പിച്ച കിടുക്കൻ ചോദ്യങ്ങൾ കൊണ്ട് പാർലമെന്റിനെ പ്രകമ്പനം കൊള്ളിച്ച ആളാണ്. അദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് ജയിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 1964 ഭൂപതി ഭേദഗതി നിയമത്തെ ഒറ്റിക്കൊടുത്ത ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഭൂനികുതി നിയമത്തിലടക്കം മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമ്പോൾ, ഗവർണർ അടയിരിക്കുമ്പോൾ എന്ത് ചെയ്തു ഡീൻ കുര്യാക്കോസ്? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തെങ്കിലും ചെയ്തോ? സ്ട്രേറ്റ് ആൻസറും പറയാം. പറഞ്ഞോ. 2016 മുതൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന 1 ഡസൻ കരിനിയമങ്ങൾ, ആ കരിനിയമമാണ് ഇടുക്കിയിലെ ജനജീവിതം സ്തംഭിപ്പിച്ചിരിക്കുന്നത്. അവര് തിരുത്താൻ തയ്യാറായാൽ ഭേദഗതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഒറ്റ ചോദ്യമുള്ളൂ. ഈ കരിനിയമങ്ങൾ മുഴുവൻ 22/8/2019 മുതൽ തുടങ്ങിയ ഈ കരിനിയമങ്ങൾ ഇതൊന്നും രണ്ടുമല്ല, 1 ഡസൻ കരിനിയമങ്ങൾ. ആ കരിനിയമങ്ങളാണ് ഇടുക്കിയുടെ പ്രശ്നം. അത് പരിഹരിക്കാൻ ഭൂനിയമ ഭേദഗതിയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? ഭൂനിയമ ഭേദഗതി ഞങ്ങൾ അതിന്റെ നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ ബില്ലിലെ പോരായ്മ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ കൂടി പിന്തുണ കൊടുത്തിട്ടല്ലേ അത് പാസ്സാക്കിയത്? ഗവർണർ അടയിരിക്കുമ്പോൾ ഈ ഡീൻ കുര്യാക്കോസ് എന്ത് ചെയ്തു? ഈ ബില്ലിലെ ദോഷം എന്താണെന്നറിയോ? 64 മുതൽ ഇന്നോളം പണിതിരിക്കുന്ന കെട്ടിടങ്ങളെ റെഗുലറൈസ് ചെയ്യും. അതല്ല ഇടുക്കിയിലെ ജനങ്ങളുടെ ആവശ്യം. ഇടുക്കിയിലെ ജനങ്ങളുടെ ആവശ്യം നിങ്ങൾ ആ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയില്ലേ? ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയവരും ഞങ്ങൾ അതിനെ വിയോജിപ്പ് പറഞ്ഞവരുമാണ്. വിയോജിപ്പ് മനസ്സിലായി, പക്ഷേ ആ നിയമത്തിന്റെ പുറത്തിരിക്കുന്ന ഈ ഗവർണർ അടയിരിക്കുന്നത് ചോദിച്ചോ? ഗവർണർ ഈ ഗവൺമെന്റിനോട് ചോദിച്ച വിശദീകരണം കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. അതാണ് കാര്യം. ഗവർണർ ചോദിച്ച ചോദ്യം ഇതാണ്. ഈ കെട്ടിടങ്ങളെ റെഗുലറൈസ് ചെയ്താൽ മതിയോ? 1962 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും പിന്നീട് ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും കൊണ്ടുവന്ന ഭൂമി പതിവ് നിയമമാണ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ മൗലികമായ കാരണങ്ങൾ. ഞങ്ങൾ അധികാരത്തിലിരുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇവർ കൊണ്ടുവരാത്തത്. ആ നിയമത്തിന്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കാനും, അതായത് ആ നിയമത്തിന്റെ കുറവെന്നറിയോ? 1 ഏക്കർ ഭൂമി എനിക്ക് 62 നിയമപ്രകാരം പതിച്ചു കിട്ടിയാൽ 2 കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. ഭൂമിയിൽ വീടും വെക്കാൻ, കൃഷിയും ചെയ്യാം. ശരി. അതിൽ ഡീൻ കുര്യാക്കോസ് എന്ത് നിലപാടെടുത്തു? എനിക്ക് ഒറ്റ മിനിറ്റേ ഉള്ളൂ. എതിരായ നിലപാട്. എന്തുകൊണ്ട് വിജയിക്കണം? ഒറ്റ കാരണം പറഞ്ഞാൽ വിജയിക്കണമെന്ന് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഇപ്പൊ പോലും ഇവിടുത്തെ ഭൂപ്രശ്നങ്ങളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വാക്പോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേണ്ട ആ ഭേദഗതി ബിൽ എന്റെ കയ്യിലുണ്ട്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? മൂന്നാറിലെ കയ്യേറ്റം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ ഉത്തരവിന് അടിസ്ഥാനത്തിലാണ്. KDH വില്ലേജിൽ വേറെ നിയമമുണ്ട്. ഇവിടെ ഈ നാട്ടിലെ 10-60 വർഷങ്ങളായി ഈ നാട്ടിൽ പണിത കെട്ടിടങ്ങൾക്കെല്ലാം ഇപ്പൊ ക്രമവൽക്കരിക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എന്തോ ക്രമക്കേട് ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെന്നല്ലേ? ഇവരാരെയാണ്? അപ്പൊ ഒരൊറ്റ കാര്യം കൂടി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു നിയമം കേന്ദ്ര വന നിയമ ഭേദഗതി പാർലമെന്റിൽ 2023 പാസ്സാക്കിയപ്പോൾ ഇവിടുത്തെ MP ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ നിന്നും വാക്കൌട്ട് ചെയ്ത് പോയ ആളാണ്. ആ ഡീൻ കുര്യാക്കോസിനോടൊപ്പം ഈ എന്തുകൊണ്ട് ഇവിടെ നിൽക്കും?
ഒന്നും കൂടെ പറയാം. കൊട്ടക്കാമ്പൂർ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ശ്രീ ജോയ്സ് ജോർജിന്റെ പേരിൽ. ആ കേസ് തീർന്നോ എന്നുള്ളത് ഇവരൊന്ന് പറയണം. അല്ല, അവിടെ വട്ടവടയിലും അതുപോലെ തന്നെ കൊട്ടക്കാമ്പൂർ വില്ലേജിലും കഴിഞ്ഞ 7 വർഷമായി ഒരു ഭൂരേഖ പോലും, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റോ കൈവശാവകാശ രേഖയോ ഒരു ബാങ്കിൽ കൊടുക്കാൻ ഒരു പേപ്പർ പോലും കിട്ടാത്ത, ഇവിടെ ഏതെങ്കിലും രീതിയിലൊരു പോക്കുവരവ് പോലും നടത്താൻ സാധിക്കാത്ത, അതുകൊണ്ട് NDA സ്ഥാനാർത്ഥി വിജയിച്ചാൽ പാർലമെന്റ് രക്ഷിക്കാൻ വരുന്ന ആള് കൊട്ടക്കാമ്പൂരും വട്ടവടയും രക്ഷിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് സാധിക്കും? ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ LDF UDF മാത്രമാണ് ഇവിടുന്ന് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല. NDAയുടെ സ്ഥാനാർത്ഥി ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മൂവാറ്റുപുഴയും, ചരിത്രം അറിയത്തില്ലെങ്കിൽ പഠിക്കൂ, ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മൂവാറ്റുപുഴയും കോതമംഗലയും നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന മൂവാറ്റുപുഴ മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ PC തോമസ് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ചരിത്രം ആവർത്തിക്കും. ആ ചരിത്രം ആവർത്തിക്കും. LDF സ്ഥാനാർത്ഥി ഒറ്റ വാചകത്തിൽ മറുപടി. ഒന്ന്, രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ. 2, മതനിരപേക്ഷത സംരക്ഷിക്കാൻ. 3, ഫെഡറലിസം സംരക്ഷിക്കാൻ. സാമുദായിക മതസാമുദായ മൈത്രി സംരക്ഷിക്കാൻ. തൊഴിലാളികൾക്കും കർഷകർക്കും മറ്റ് അധ്വാനിക്കുന്നവർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം. എന്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് എന്തുകൊണ്ട്? രാജ്യത്തിന്റെ ഭരണഘടന തിരുത്താനായിട്ടുള്ള നീക്കമാണ് നടക്കുന്നത്. അതെ, ആ ഭരണഘടനയിൽ കോൺഗ്രസ് എഴുതി വെച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രാജ്യത്തിന്റെ മതേതരത്വമാണ്. ആ മതേതരത്വത്തെ തകർക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ തകർക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുന്നു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ 4 ദിവസം സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇന്നോളം കൊണ്ടുവന്നിരിക്കുന്ന മതേതരത്വ ജനാധിപത്യ പൈതൃകം നിലനിർത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ സുസ്ഥിരമായ വികസനത്തിന്, മറിച്ച് ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിച്ചു. 30 സെക്കൻഡ്. ഡീൻ കുര്യാക്കോസ് മത്സരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വിജയിച്ച ആള് ജോയ്സ് ജോർജ് ഇറങ്ങി പോകുമ്പോ അദ്ദേഹം ഒരു പുസ്തകം അടിച്ചിറക്കി. പുസ്തകം ഇതാ. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ടെമ്പിൾ ടു ടെമ്പിൾ 2750 കോടി രൂപ പളനിയിൽ നിന്ന് ശബരിമലയിലേക്ക്. എവിടെയാണ് ആ റോഡ് എന്ന് ഞങ്ങൾ സഖാക്കളോട് വിനീതമായിട്ട് ചോദിക്കുക. ഇടുക്കിയുടെ പാർലമെന്റ് മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും ആശയങ്ങൾ പ്രേക്ഷകർ കേട്ടു. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവും, വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാകും. വീണ്ടും നമ്മളെത്തും കുരുക്ഷേത്രവുമായി. ഇടുക്കിയുടെ മണ്ണിൽ നമ്മൾ കുരുക്ഷേത്രം ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. നാളെ നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലേക്കാണ്, കൊല്ലം മണ്ഡലത്തിലേക്കാണ്. നാളെ നമ്മൾ വീണ്ടും കാണും. കൊല്ലത്ത് വെച്ചതുവരെ കുരുക്ഷേത്രം വിട പറയുന്നു. ഇടുക്കിയിൽ നിന്നും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.